അത് ദൗർഭാഗ്യകരമായൊരു വിവാദമാണ്. അത് എൻ്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. പിന്നെ ഇതിന് ഒരു അപേക്ഷ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷനും കോൾ ഫോർ ചെയ്തിട്ടില്ല, ഇതിനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ വെച്ചത് 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇരിട്ടിയിലെ എല്ലാ പാർട്ടിക്കാരുമുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്. ഞാൻ ഇലക്ഷന് കൗണ്ടിങ്ങിന് പോയിട്ടില്ല. ഞാൻ കൗണ്ടിങ് ഡേയിൽ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ കൗണ്ടിങ്ങിന് പോകാതെ എൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എൻ്റെ ചീഫ് ഏജൻ്റായിട്ട് പ്രവർത്തിച്ച, നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത, കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത്.